ഹലോ അമീഗോസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു മിഡ് വെയ്റ്റ് സെഗ്മെൻറ്റിൽ വരുന്ന മോട്ടോർ സൈക്കിളിൻ്റെ വാക്കറൗണ്ട് വീഡിയോ ആണ്. ഹോണ്ടയുടെ 500cc വരുന്ന ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണിത്. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മോട്ടോർ സൈക്കിൾ ഏതാണെന്ന് നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഹോണ്ടയുടെ NX500 ആണ്. ആൻഡ് ദി NX സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ക്രോസ് ഓവർ. ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. ഹോണ്ട NX500. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു NX ന്യൂ ക്രോസ് ഓവർ എന്നുള്ള പേരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്രോസ് ഓവർ വണ്ടികൾ എന്താണെന്ന് ആൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിലുള്ള സ്പെക്കുകൾ ഒരു വണ്ടിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ വണ്ടി കൊണ്ടുവരുന്നതിനാണ് ക്രോസ് ഓവർ വണ്ടികൾ എന്ന് പറയാം. അപ്പോൾ ഹോണ്ട ഇതിന് ന്യൂ ക്രോസ് ഓവർ എന്ന് പേരിടാൻ മെയിൻ കാരണം ഹോണ്ടയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു CB500X വണ്ടിയുണ്ട്. ഇതേപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ്. ആ ഒരു വണ്ടിയിലേക്ക് കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഹോണ്ട ഇതിന് ഒരു ന്യൂ ക്രോസ് ഓവർ 500 എന്ന് പേരിടാൻ കാരണം. ആ ഒരു വണ്ടിയിലെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് അതേപോലെ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഈ ഒരു 471cc പാരലൽ ട്വിൻ എഞ്ചിന്, അതേപോലെ തന്നെ എക്സോസ്റ്റ്, ഈ ഒരു സീറ്റിൻ്റെ ഡിസൈന്, ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈന് എല്ലാം തന്നെ ആ ഒരു പ്രീവിയസ് CB500Xൻ്റെ അതേ സെയിം ആയിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് മെയിനായിട്ടൊരു ചേഞ്ച് ഉള്ളത് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷന്, ഇൻസ്ട്രുമെൻറ്റ് കൺസോള്, ഈ ഒരു വണ്ടിയുടെ ബോഡി ഫയറിങ്ങിൻ്റെ ഒരു പുതിയ ഡിസൈന് ഒക്കെയാണ് ഈ ഒരു വണ്ടിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവർ ട്രാക്ഷൻ കൺട്രോൾ കൂടെ ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നേ അത് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡിസൈനിലേക്ക് നോക്കുമ്പം ഇപ്പം കുറച്ചും കൂടെ വണ്ടി ഒരു ബിഗ് ബൈക്ക് ഫീൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. ആ രീതിയിലുള്ള വലിയ ഫെയറിംഗ് ഒക്കെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈസറിൻ്റെ ഒക്കെ ഡിസൈന് പ്രീവിയസ് വെർഷൻ്റെ ആ ഒരു സിമിലർ ഡിസൈനിൽ വരുന്ന വൈസേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോഴാണ് വണ്ടി ഈ ഒരു ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ മുന്നത്തെ വെർഷൻ ഒരു സാധാ നോർമൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു ഫീലേ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ബിഗ് ബൈക്ക് ഫീൽ കൂടെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഈ ഒരു വണ്ടി CBU യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയും ആ ഒരു പാർട്സിൻ്റെ റിലയബിലിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു എഞ്ചിന് ഹോണ്ടയുടെ 500cc വരുന്ന ട്വിൻ സിലിണ്ടർ എഞ്ചിന്, ഇതും ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ്. ആസ് യൂഷ്വൽ ഹോണ്ട വണ്ടികളിൽ വരുന്ന പോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ഹോണ്ട ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പേടിയും പേടിക്കേണ്ട. അത്രക്കും അടിപൊളി റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണിത്. എഞ്ചിൻ കേസിങ്ങിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. മുകളിലായിട്ട് ആ ഒരു ക്രോമിൻ്റെ 2 ബ്രൗൺ പോർഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ട്വിൻ സിലിണ്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഒരു വലിയ എക്സോസ്റ്റും 2 ഹോൾസ് വരുന്ന ഒരു വലിയ എക്സോസ്റ്റാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതും ആ ഒരു ട്വിൻ സിലിണ്ടറിനെ ഓർമ്മിപ്പിക്കും വിധം അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവായിട്ടൊന്നും തോന്നുന്നില്ല, എന്നാലും അവർ ഭയങ്കര നീറ്റ്ലി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഡൺലപ്പിൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. പിന്നെ ഗ്രാബ് റീൽസിൻ്റെ ഡിസൈൻ ആയാലും ഭയങ്കര വലിയ ഗ്രാബ് റീൽസാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പില്ലാണ് വളരെ സിമ്പിളായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ഗ്രാബ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗ്രാബ് റീലിൻ്റെ ഡിസൈൻ വരുന്നത്. മാത്രമല്ല നമ്മുടെ ലഗേജും കാര്യങ്ങളും അതേപോലെ സാഡിൽ ബാഗുകളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു ഗ്രാബ് റീൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സീറ്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലോങ്ങർ ആയിട്ടുള്ള സീറ്റാണ്. എസ്പെഷ്യലി റൈഡർ സീറ്റ് ഭയങ്കര ലോങ് ആണ്. റൈഡർ സീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ഭയങ്കര നേരോ ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ബാക്കിലേക്ക് വരുന്തോറും വൈഡറായി വരും. പില്യൺ സീറ്റും അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പില്യൺ കംഫർട്ടും ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഇതൊരു റോഡ് ഓറിയൻറ്റഡ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ സീറ്റിംഗ് കംഫർട്ടൊക്കെ അത്യാവശ്യം അടിപൊളിയായെങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് ടൂർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു സീറ്റൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിക്കർ വർക്കുകളാണ് ഹോണ്ട ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് ഫയറിങ്ങിലായിട്ട് വലിയ ഒരു NX എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹോണ്ടയുടെ വലിയ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ ലോഗോ കുറച്ചൊരു ബോറിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൺസോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു NX എന്നൊരു ഇൻഡൻറ്റേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രാബ് റീലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 500 എന്നുള്ളൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. വേറെ കൂടുതൽ സ്റ്റിക്കേഴ്സും സംഭവങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഒരു ക്ലീൻ ലുക്ക് തോന്നുന്നുണ്ട് പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. എസ്പെഷ്യലി ഫ്രണ്ടിൽ ഒരു ചെറിയ ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പം ആ ഒരു ക്ലീൻ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വണ്ടിയുടെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ലെങ്ത്ത് വരുന്നത് 2165 mm ആണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 829 mm ആണ്. ഹൈറ്റ് വരുന്നത് 1413 mm. അതുപോലെ വീൽ ബേസ് വരുന്നത് 1447 mm. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 181 mm. അതുപോലെ സീറ്റ് ഹൈറ്റ് വരുന്നത് 830 mm. കർബ് വെയിറ്റ് വരുന്നത് 196 kg. ഇനി ഈ വണ്ടിയിലെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ 5 ഇഞ്ച് TFT കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഈ ഒരു കൺസോളിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഒന്നും ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. ആകെ ഒരു ഡുവൽ ചാനൽ ABS-ഉം
HSTC എന്ന് പറയുന്ന ഹോണ്ടയുടെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിൾ ആണ്, ABS സ്വിച്ചബിൾ അല്ല. ഇനി സ്വിച്ച് ഗിയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, അതേപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്, ഫോണ്, ഇൻഡിക്കേറ്റർ, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും പിന്നെ കൺസോൾ നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു ജോയ്സ്റ്റിക്കുമാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ യൂഷ്വലി ഹോണ്ടയുടെ ബിഗ് ബൈക്സിലൊക്കെ വരുന്ന പോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറും സാധാ കൺവെൻഷൻ ആയിട്ടുള്ള ഒരു ക്ലച്ച് ലിവറുമാണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് കൺസോളിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ USB ചാർജിങ്ങിനുള്ള പോർട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കായിട്ട് USB ചാർജിങ് സെറ്റപ്പ് ഒന്നും വരുന്നില്ല. പിന്നെ 17.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന വലിയൊരു ഫ്യൂൽ ടാങ്ക് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല 25 km/ലിറ്റർ ആവറേജ് മൈലേജും ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 450 കിലോമീറ്ററിന്റെ റേഞ്ച് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഒരു ടൂർ എന്നുള്ള രീതിയിൽ ഒരു ഡീസന്റ് റേഞ്ച് തന്നെയാണത്. ഇനി ഇതിന്റെ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഹെഡ്ലൈറ്റ് ഒക്കെ ആ ഒരു ബോഡി പാനലിനോട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്, അധികം ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഡിസൈൻ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ടൈൽ ലൈറ്റിലേക്ക് നോക്കുമ്പോഴും സിമിലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ടൈൽ ലൈറ്റും കൊടുത്തിട്ടുള്ളത്. ഓവർ ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ബോഡിയോട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി സ്പെക്കുകളിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് DOHC 471cc പാരലൽ ട്വിൻ എഞ്ചിനാണ് വരുന്നത്. 180 ഡിഗ്രി ഫയറിംഗ് ഓർഡറോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണിത്. ഈ ഒരു എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 46.9 bhp at 8500 rpm. അതേപോലെ തന്നെ 43 Nm ഓഫ് ടോർക്ക് അറ്റ് 6500 rpm ആണ് വരുന്നത്. മാത്രമല്ല 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് മൾട്ടിപ്പിൾ വെച്ച് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ചേസിസ് വരുന്നത് ഡയമണ്ട് ടൈപ്പ് സ്റ്റീൽ ചേസിസ് ആണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വീൽ സെഷനിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വരുന്നത് 296 mm ഡുവൽ ഡിസ്ക് ബ്രേക്ക് ആണ്. നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ് വരുന്നത്. അതുപോലെ 110/80 19 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. സാധാ നോർമൽ അലോയ് വീൽസ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ നോക്കുമ്പോൾ 5.9 ഇഞ്ച് ട്രാവലോട് കൂടിയിട്ടുള്ള 41 mm ഷോവയുടെ USD ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. കുറച്ച് വലിയ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ ഭാഗമൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഹോണും വളരെ എക്സ്പോസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊരു ബോറിംഗ് ആയി തോന്നുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ 240 mm സിംഗിൾ ഡിസ്ക് ബ്രേക്സ് ആണ് ബാക്കിൽ വരുന്നത്. അതും നിസിൻ്റെ കാലിപ്പർ തന്നെയാണ് വരുന്നത്. അതുപോലെ 160/60 R17 ടയേഴ്സാണ് ബാക്കിൽ വരുന്നത്. അതും അലോയ് വീൽ തന്നെയാണ് വരുന്നത്. ഇനി ബാക്കിലെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ പ്രോലിങ്ക് മോണോസോക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് ബാക്കിൽ വരുന്നത്. 5.3 ഇഞ്ചിൻ്റെ ട്രാവലോട് കൂടിയിട്ടാണ് ഈ ഒരു സസ്പെൻഷൻ വന്നിട്ടുള്ളത്. ഇത് ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ ആണ്. മാത്രമല്ല സസ്പെൻഷൻ കുറച്ച് ഹൈഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, എക്സ്പോസ്ഡ് അല്ല. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു സസ്പെൻഷൻ കാണാൻ പറ്റില്ല, കുറച്ച് ഉള്ളിലായിട്ടാണ് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഹോണ്ടയുടെ റോഡ് സിങ്ക് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ്രോയിഡും iOS-ഉം കോമ്പാറ്റബിൾ ആണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഹോണ്ടയുടെ പ്രോഗ്രാംഡ് FI ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ വരുന്ന മറ്റൊരു ഫീച്ചർ, ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള ഡുവൽ ചാനൽ ABS-ന്റെ കൂടെ തന്നെ ഒരു ESS എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ സിസ്റ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ പാനിക് ബ്രേക്ക് അല്ലെങ്കിൽ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ABS ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ESS സിസ്റ്റം, അതായത് നമ്മുടെ ഹസാർഡ് ലൈറ്റും ബ്ലിങ്ക് ചെയ്യും. ബാക്കിൽ വരുന്നവർക്ക് നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റപ്പാണ് ഈ ഒരു ESS. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. ഈ ഒരു വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 5,90,000 ആണ്. ഇപ്പോൾ പുതിയ GST നോം വരുമ്പം ഈ ഒരു പ്രൈസിൽ ഹൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് പഴയ പ്രൈസാണ്. അതുപോലെ ഈ ഒരു വണ്ടി 3 കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പേൾ ഹൊറിസോൺ വൈറ്റ്, അതുപോലെ പിന്നെ മാറ്റ് ഗൺ പൗഡർ ബ്ലാക്ക് മെറ്റാലിക് എന്നൊരു കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രാൻഡ് പ്രിക്സ് റെഡ്, അതായത് മെയിനായിട്ട് വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഈ 3 കളറിലാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.